എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 തീയതി വരെ LBS വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചോ ഈ ഒരു രജിസ്ട്രേഷൻ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ള ആ ഒരു ലിങ്കിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്, അതായത് പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അതുപോലെ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടും കോഴ്സ് ഫീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ആണുള്ളത്, അതിന് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ജനറൽ വിഭാഗത്തിന് 400 രൂപയാണ് ഫീസ് വരിക. SC/ST വിഭാഗത്തിന്, അതായത് ഈ ജനറൽ വിഭാഗത്തിന് 800 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന് 400 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയ്ക്ക് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തേത് ബേസിക് രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് ഫീ പേയ്മെൻറ്റ്, മൂന്നാമത്തേത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യൽ. ഇത്രയുമാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ അതായത് സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ അത് സൂക്ഷിച്ച് വെക്കണം. അത് കൃത്യമായിട്ട് അതിൻ്റെ ഏത് സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള കൃത്യമായിട്ട് പേര് കൊടുത്തിട്ട് വേണം PDF ആക്കിയിട്ട് വെക്കാനായിട്ട്. കാരണം ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാറിപ്പോകരുത്. കാരണം മുൻവർഷം പല വിദ്യാർത്ഥികളുടെയും ഇതേ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യും മുമ്പായിട്ട് സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഏത് ഡോക്യുമെൻ്റാണ് ആ ഒരു PDF എന്നുള്ള കൃത്യമായിട്ട് PDFന് പേര് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊന്നും LBSൻ്റെ ഡയറക്ടറുടെ ഓഫീസിൽ അയക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അത് പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് അപ്ലോഡ് ചെയ്തത് അവിടെ ആ ഒരു പേജിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ പൂർണ്ണമായി പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അപേക്ഷയുടെ ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. അന്തിമ സമർപ്പണം, അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത അപേക്ഷകൾ പരിഗണിക്കില്ല. അന്തിമ സമർപ്പണം നടത്തിയിട്ടുള്ള അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ അതത് സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ അറിയിപ്പുകളും വിജ്ഞാപനങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അറിയിപ്പ് പ്രകാരമുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം. അല്ലാതെ പക്ഷം അപേക്ഷൻ്റെ ബന്ധപ്പെട്ട ക്ലെയിം നിരസിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് വാലിഡിറ്റി ഉള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ വാലിഡിറ്റി ഇല്ലെങ്കിൽ അത് വെബ്സൈറ്റിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ അത് ആ ഒരു കറക്ഷൻ പീരീഡിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയെങ്കിൽ അതിൻ്റെ അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻസ് റദ്ദ് ചെയ്യപ്പെടും. റിസർവേഷൻസ് കിട്ടില്ല. പിന്നീട് ജനറൽ കാറ്റഗറിയിൽ മാത്രമാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ അപേക്ഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും അപേക്ഷ നൽകുമ്പോൾ സമർപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അതിനുള്ള സൗകര്യം പിന്നീട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളിൽ ചേരണം എന്നുള്ളതെല്ലാം കോളേജ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് കോളേജിൻ്റെ മുൻഗണന പ്രകാരം നൽകിയാൽ മതി. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ഓപ്ഷൻസ് സ്വീകരിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെ നൽകണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഏകദേശം 4ഓളം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കാറ്റഗറി വൈസ്, അതുപോലെ റിലീജിയൻ വൈസ്, ഇതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം. അതായത് ഈ ഒരു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തുള്ള രജിസ്ട്രേഷനും രണ്ടാമത്തേത് ഫീ പേയ്മെൻറ്റും ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ, ഒപ്പ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷ, നേറ്റിവിറ്റി, ജനനത്തീയതി, സാമുദായിക സംവരണം, അതായത് കാസ്റ്റ്, റിലീജിയൻ ഇതുപോലുള്ള സംവരണം, അതുപോലെ തന്നെ ഫീസ് സെഷൻ, അതായത് ഫീസിലുള്ള ഇളവ്, മാർക്ക് എന്നീ വിവരങ്ങൾ നൽകി അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ പൂർണ്ണമാക്കണം.
ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ആയിരിക്കും അപേക്ഷകനെ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ പിന്നീട് മാറ്റാൻ പറ്റുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ നൽകുന്ന ക്ലെയിം അല്ലെങ്കിൽ അവകാശവാദങ്ങൾ അനുസരിച്ചാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. നേറ്റിവിറ്റി തെളിയിക്കുന്ന രേഖയും ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും മാർക്ക് തെളിയിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള മാർക്ക് ലിസ്റ്റ്, ഹോൾ ടിക്കറ്റ് ഇവ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അക്കാദമിക് ഡാറ്റ നൽകുമ്പോൾ 2025 മുമ്പ് പാസ്സായിട്ടുള്ളവരും CBSE, ICSE, ICSE അതുപോലെ ISSC എന്നീ ബോർഡുകളിലോ മറ്റ് സംസ്ഥാന ബോർഡുകളിലോ പഠിച്ച് 2025 മുൻ വർഷങ്ങളിലോ പാസ്സായവരും അവർക്ക് +2 ലഭിച്ച മാർക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ്. 2025 അധ്യയന വർഷം +2 പരീക്ഷ എഴുതിയ കേരള HSC, UHSC അപേക്ഷാർത്ഥികൾ മാർക്ക് ഓൺലൈനായിട്ട് നൽകേണ്ടതില്ല. അവർ ഹോൾ ടിക്കറ്റ് നമ്പർ രേഖപ്പെടുത്തിയാൽ മതിയാവും. ഇനി സാമുദായിക സംവരണം, അതുപോലെ ഭിന്നശേഷി സംവരണം, പ്രത്യേക സംവരണം, അതുപോലെ വിവിധ തരം കോട്ടകൾ, അതുപോലെ തന്നെ EWS സംവരണം തുടങ്ങിയ ക്ലെയിമുകൾ അപേക്ഷയിൽ നിശ്ചിത സ്ഥാനത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റിലെ എല്ലാ വരികളും കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടോ എന്നും, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് തരുന്ന തീയതി, ഒപ്പ്, ഉദ്യോഗസ്ഥൻ്റെ പേരുള്ള സീല്, അതുപോലെ ഓഫീസ് സീൽ എന്നിവ പതിച്ചിട്ടുണ്ടോ എന്നും നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. EWS സർട്ടിഫിക്കറ്റിലെ ഫിനാൻഷ്യൽ ഇയർ കോളത്തിൽ അതായത് ഫിനാൻഷ്യൽ ഇയർ 2024-25 ആയിരിക്കണം വരേണ്ടത്. NRI കോട്ട ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷയിൽ അത് രേഖപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. SC, ST, OEC ഒഴികെയുള്ള ട്യൂഷൻ ഫീസ് കൺസെഷന് അർഹതയുള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അപേക്ഷ പൂരിപ്പിക്കുന്നത് ഇടയ്ക്ക് സേവ് ചെയ്ത് പിന്നീട് തുടരാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതുവരെ അപേക്ഷയിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താം. അപേക്ഷ നൽകിയ വിവരങ്ങൾ എല്ലാം പൂർണ്ണമാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന ഘട്ടമായ അന്തിമ സമർപ്പണത്തിലേക്ക്, അതായത് ഫൈനൽ കൺഫർമേഷനിലേക്ക് വിദ്യാർത്ഥികൾക്ക് കടക്കാം. അതുപോലെ തന്നെ അന്തിമ സമർപ്പണം ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷന് പുതിയ ക്ലെയിം നൽകുവാനോ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും, അതായത് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ നൽകുവാനോ അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുവാനോ സാധിക്കുകയല്ല. അതുകൊണ്ട് തന്നെ അന്തിമ സമർപ്പണം നടത്തുമ്പോൾ ലഭിക്കുന്ന അക്നോളജ്മെൻറ്റ് പേജിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അന്തിമ സമർപ്പണം നടത്തിയ അപേക്ഷകൾ മാത്രമേ പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും റിസർവേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അപേക്ഷകൾ, അതായത് അപാകതകൾ പരിഹരിക്കാനുള്ള അവസരങ്ങൾ നൽകിയിട്ടും അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നേറ്റിവിറ്റി, ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ മാർക്ക് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, SC, ST വിഭാഗത്തിലുള്ളവർ സാധുവായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, SC, ST വിഭാഗത്തിലുള്ളവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്കും സമർപ്പിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാരണവശാൽ നിരസിക്കുകയും അവരുടെ SC, ST ക്ലെയിം ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനറൽ വിഭാഗത്തിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ അപേക്ഷാ ഫീസിൻ്റെ ബാക്കി തുക കൂടി അടച്ച് ജനറൽ കാറ്റഗറിയിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം നൽകുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസല്ല, നിങ്ങൾക്ക് വേണ്ട വേരിയസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, അത് വിവിധതരം സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് അറിയാനായിട്ട് LBSൻ്റെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ഈ ഒരു വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ഒരു SC, ST വിഭാഗത്തിന് ആ ഒരു എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപയാണ് ഫീസ് വരിക. SC, ST ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് 800 രൂപയാണ് വരിക. അപ്പോൾ നിങ്ങളുടെ SC, ST റിസർവേഷൻസിൻ്റെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് വല്ല പ്രോബ്ലംസ് ഉണ്ടാവുകയാണ്. ആ ഒരു ക്ലെയിം റദ്ദ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 400 രൂപ ആദ്യം അടക്കും, പിന്നീട് നിങ്ങൾക്ക് 400 രൂപ വീണ്ടും അടക്കാനുള്ള ഒരു അവസരം തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു ഫീസ് അടച്ച് നിങ്ങളെ ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇവിടെ ഏറ്റവും അവസാനമായിട്ട് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കുറിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് പ്രോസ്പെക്ടസിൽ 27ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 7.A എന്നുള്ള രീതിയിൽ, അതായത് സർട്ടിഫിക്കറ്റ്സ് ടു ബി അപ്ലോഡഡ് വിത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ടൈം ലൈൻ കൃത്യമായിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത്, അതായത് സ്കാൻഡ് കോപ്പി ഓഫ് റിലവൻറ്റ് പേജ് ഓഫ് SSLC ഓർ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് മാൻഡാറ്ററി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്, അത് സ്കാൻ ചെയ്ത കോപ്പിയാണ് വേണ്ടത്. അത് സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കിയിട്ട് PDFന് SSLC സർട്ടിഫിക്കറ്റ് എന്ന് പേര് കൊടുക്കുക, കാരണം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ SSLC സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്കാൻഡ് കോപ്പി ഓഫ്
സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി മാൻഡേറ്ററി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഫർ ക്ലോസ് 6.1.1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു കേരളൈറ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കേരളത്തിൽ ജനിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ ബർത്ത് പ്ലേസ്, അത് നിങ്ങളുടെ ജന്മസ്ഥലം കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ നിങ്ങൾ കേരളത്തിൽ ജനിക്കാത്തൊരു വിദ്യാർത്ഥിയാണ്, എന്നാൽ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും കേരളത്തിൽ ജനിച്ചത് ആണ് എങ്കിൽ അവരുടെ ആ ഒരു പാരൻസിൻ്റെ ഈ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പാരൻസിൻ്റെ ആ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചത്, നിങ്ങളുടെ പാരൻസ് കേരളത്തിലാണ് ജനിച്ചത്. അങ്ങനെയെങ്കിൽ പാരൻസിൻ്റെ ഈ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാരൻസിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ കിട്ടും. അപ്പോൾ ആ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം അറ്റാച്ച്മെൻറ്റ് ചെയ്ത് PDF രൂപത്തിലാക്കി അപ്ലോഡ് ചെയ്യണം. അതായത് ജസ്റ്റ് എന്ന് പറഞ്ഞു തരാം, നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിലാണ് ജനിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു തമിഴ്നാട്ടിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പാരൻറ്റിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഈ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാരൻറ്റും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ആരാണ്, അതായത് ഈ പാരൻറ്റ് നിങ്ങളുടെ ആരാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി അത് വില്ലേജ് ഓഫീസിൽ കിട്ടും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരുണ്ട്, അങ്ങനെയെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിന് പകരം SSLC സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി കൂടി ഇതിനോടൊപ്പം അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ PDF ഈ ഒരു രണ്ടിൻ്റെയും കോപ്പി ഒരുമിച്ചിട്ട് ഒരു PDF ആക്കിയിട്ട് നിങ്ങൾ നേറ്റിവിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഈ ഒരു സ്കാൻഡ് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ മാൻഡേറ്ററി, അതായത് നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത കോപ്പിയാണ്. നിലവിൽ +2 റിസൾട്ട് ഈ മെയ് 22-ാം തീയതിയാണ് വരിക. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ അപേക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ ഓൾറെഡി റിസൾട്ട് അറിയാവുന്ന, അതായത് മുൻവർഷം ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ആ ഒരു +2 റിസൾട്ടിൻ്റെ, അത് +2 സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. +2 ആ ഒരു ഈ വർഷം +2 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ കൊടുത്താലും മതിയാകും. അതുപോലെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി കൊടുത്താൽ മതിയാകും. അതുപോലെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒന്നിലധികം സർട്ടിഫിക്കറ്റ് ജയിച്ചതിനായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേവും മറ്റുമൊക്കെ എഴുതിയിട്ട് ജയിച്ച വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അങ്ങനെ ഒന്നിലധികം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനെ ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് എനി ക്ലെയിം ഫോർ സ്പെഷ്യൽ റിസർവേഷൻ ഫീ കൺസെഷൻ ഇഫ് ആപ്ലിക്കബിൾ, അതായത് നിങ്ങൾക്ക് എല്ലാ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്കാൻഡ് കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഇഫ് ആപ്ലിക്കബിൾ, അതായത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ അതുപോലെ സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ ആ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കണം. അതായത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തത് കമ്മ്യൂണിറ്റി സ്കാൻഡ് കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദ തഹസിൽദാർ ഇൻ ദ കേസ് ഓഫ് SC/ST കാൻഡിഡേറ്റ്, അത് നിങ്ങൾ SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്കാൻഡ് കോപ്പി ഓഫ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ പർപ്പസ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഫ്രം ദ കൺസേൺഡ് വില്ലേജ് ഓഫീസർ ഫോർ കമ്മ്യൂണിറ്റി റിസർവേഷൻ ക്ലെയിം ഇൻ ദ കേസ് ഓഫ് SC/BC OEC കാൻഡിഡേറ്റ്സ്, അത് നിങ്ങൾ SC/BC അതുപോലെ OBC അതുപോലെ SC/BC വിഭാഗത്തിൽ കുറേ വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്, അത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അക്ഷയവഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ സ്കാൻഡ് കോപ്പി ഓഫ് ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ ഫോർ SC/ST കാൻഡിഡേറ്റ് ഫ്രം തഹസിൽദാർ, അതായത് നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും, അതായത് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവർ ആണ്, അതിൽ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും SCയോ അല്ലെങ്കിൽ ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളല്ല, നിങ്ങളുടെ പാരൻസിൽ അതായത് നിങ്ങളുടെ ഫാദറോ മദറോ ഇതിൽ ആരെങ്കിലും ഈ ഒരു SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആണെങ്കിൽ അവരുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തഹസിൽദാർ നൽകുന്ന ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ റിസർവേഷൻസ് ഉണ്ടാകും. ഇത് SC/ST കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണുള്ളത്. അത് നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും SC/ST വിഭാഗത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് കോപ്പി ഓഫ്
സ്കാൻഡ് കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻ ഫ്രം ദ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് ഇൻ ദ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതായത് PD കോട്ടയിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് നൽകുന്ന 6 മാസം കാലാവധി കഴിയാതെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. PD കോട്ടയിൽ ഉള്ളവർക്ക് വേണ്ടി മെഡിക്കൽ ടെസ്റ്റ് തിരുവനന്തപുരം വെച്ചിട്ട് നടക്കുന്നതായിരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കാനാണ് പറ്റുക എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മെഡിക്കൽ ബോർഡ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മെഡിക്കൽ ബോർഡിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് പഠിക്കാൻ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് എന്നുള്ള കാര്യം തീരുമാനിച്ച് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ PD കോട്ടയിൽ ഈ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് PD അംഗവൈകല്യമുള്ള വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ PD കോട്ടയിൽ നിങ്ങൾക്ക് റിസർവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ റിസർവേഷൻ കിട്ടണമെങ്കിൽ ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്കാൻഡ് കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ് മെൻഷൻ ഇൻ ദ ക്ലോസ് 5.4.5 ഫോർ NRI കോട്ട. അതായത് NRI കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നിങ്ങളുടെ ഒരു ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടേത് വിദേശത്തുണ്ടെങ്കിൽ ഈ ഒരു NRI കോട്ടയിലേക്ക് അപേക്ഷിക്കാം. NRI കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് NRI റിസർവേഷൻസ് ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഫീസ് ഏകദേശം ഒരു സാധാരണ ഒരു സെൽഫ് ഫിനാൻസിൽ 1,20,000 രൂപയാണ് സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം ഫീസ് വരിക. എന്നാൽ NRI കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഏകദേശം 1,50,000 രൂപ വരും. അതായത് 30,000 രൂപ എക്സ്ട്രാ ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു NRI കോട്ടയിൽ അഡ്മിഷനായിട്ട് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യണം, അതായത് വിദേശത്തുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്യണം. അപ്പോൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്ന അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അവരുടെ വിസയുടെ കോപ്പി, അതുപോലെ തന്നെ എംബസി അറ്റസ്റ്റ് ചെയ്തതാണ് വിസയുടെ കോപ്പി വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ അഫിഡവിറ്റ്, അതായത് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നു, നിങ്ങളുടെ 4 വർഷത്തെ കോഴ്സ് ഫീസ് വഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്പോൺസർ നൽകുന്ന സമ്മതപത്രമാണ് ഈ ഒരു സ്പോൺസർ അഫിഡവിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇത്രയും ആണ് ഡോക്യുമെൻ്റ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു സ്പോൺസറുമായി ബന്ധപ്പെട്ട റിലേഷൻ എന്താണ്, നിങ്ങളുടെ ആരായിട്ടാണ് ഈ ഒരു സ്പോൺസർ വരിക എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് 5.4.5 കൃത്യമായിട്ട് NRI കോട്ടയിലേക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടാതെ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ റിസർവേഷൻസ് എല്ലാം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ ഫീസ് ആനുകൂല്യങ്ങളോ സ്കോളർഷിപ്പോ ലഭ്യമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യമുള്ളത്. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ്. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റേത് 1 ഇയർ വാലിഡിറ്റിയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് NCC കോട്ടയിൽ റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് അപ്പോൾ NCC കോട്ടയിൽ നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, NCC കേഡറ്റായിട്ട് എൻറോൾ ചെയ്ത NCC യൂണിറ്റ് ഓഫീസ് മുഖേന ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC കേരള PB നമ്പർ 2212 തിരുവനന്തപുരം 6950 അതുപോലെ 10 ഈ ഒരു വിലാസത്തിൽ നിങ്ങൾ അപേക്ഷ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം NCC കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അർഹതയുള്ള വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഓൺലൈനായിട്ട് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സഹിതം സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നത് അല്ല എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഒരു BSc നഴ്സിംഗ് കോഴ്സാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരിക, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏകദേശം 24,170 രൂപയോളമാണ് വരിക. ഓരോ വർഷവും ചില സമയത്ത് ഫീസിൽ വ്യത്യാസം വരാറുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റാണ് വരിക. എന്നാൽ ഇതിനോടൊപ്പം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് ഏകദേശം 75,000 ഏകദേശം ഒരു 80,000 രൂപ വരും. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു 1,20,000 രൂപ നിങ്ങൾക്ക് ഒരു വർഷം ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമായിട്ട് വരും. ഹോസ്റ്റൽ ഫീസ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റ് കോഴ്സുകളാണെങ്കിൽ ഈ ഒരു ഫീസിൽ നിന്ന് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക, വേറെ പ്രത്യേകിച്ച് ഫീസൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട്
ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏകദേശം 24,170 രൂപ ആദ്യം തന്നെ ടോക്കൺ ഫീസായിട്ട് അടക്കണം. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീസായിട്ട് അടക്കണം. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിലാണ് അടയ്ക്കേണ്ടി വരിക. അതായത് ബാക്കി ഫീസ് എന്ന് പറയുമ്പോൾ ചില കോളേജിൽ ഏകദേശം 80,000 രൂപയും മറ്റ് PTF ഫണ്ട് ഇതൊക്കെ കൂടുമ്പോൾ ഏകദേശം ഒരു 1,20,000 രൂപയ്ക്ക് അടുത്ത് വരും. NRI കോട്ടയാണെങ്കിൽ ഏകദേശം 1,50,000 രൂപ ഫീസ് നിങ്ങൾക്ക് വരുന്നതാണ്. അതായത് സാധാരണ ഫീസിനേക്കാൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000 രൂപ കൂടുതൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.